നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സ്വന്തം തറവാട് വെക്കേണ്ടി വരുമെന്ന് അനന്തമാഷ് ഒരിക്കലും വിചാരിച്ചു കാണില്ല. 4 പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുന്നത് വരെ അദ്ദേഹത്തിന് എന്റെ ആവശ്യം വന്നിട്ടില്ല. 5 പെൺമക്കളെ ഒരു കരയ്ക്ക് എത്തിക്കാനുള്ള കണക്കുകൂട്ടലിലൂടെയാ അദ്ദേഹം ഇതുവരെ ജീവിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, രഘുവിന് പെട്ടെന്നുണ്ടായ തകർച്ച അദ്ദേഹത്തിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു കളഞ്ഞു. വേണമെങ്കിൽ തറവാടാവണം, മറ്റെന്തിനേക്കാൾ വലുതെന്ന് കരുതി രഘുവിന്റെ അവസ്ഥയ്ക്ക് മുമ്പില് മാഷിന് കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അവിടെയാണ് ഞാൻ അനന്തം മാഷിന്റെ മഹത്വം കാണുന്നത്. ഓ, ഇത് വലിയ മഹത്വമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, രഘുവിനൊരു പ്രശ്നം ഉണ്ടായപ്പോ തന്നെ മാഷ് വീട് വിറ്റാ. ബാക്കിയുള്ള മരുമക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അദ്ദേഹം എങ്ങനെ സഹായിക്കും? ഈ മരുമക്കളെ അമ്മായിപ്പൻ സഹായിക്കണമെന്നേ നിയമമൊന്നുമില്ലല്ലോ. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചാ പിന്നെ അവളെ നോക്കേണ്ട കടമയും ഉത്തരവാദിത്വമൊക്കെ അവളെ കെട്ടിയോനാ. പിന്നെ അതൊന്നും നോക്കാതെ ഭാര്യ വീട്ടുകാരെ ചെലവിൽ ജീവിക്കുന്നവരുണ്ട്. രഘുവിന്റെ കാര്യം പറയുമ്പോ അച്ഛൻ അതുമാത്രം പറഞ്ഞാ മതി. അച്ഛന്റെ മരുമകൻ കാരണം അച്ഛന്റെ വീടൊന്നും വിൽക്കേണ്ടി വന്നില്ലല്ലോ. അത് അച്ഛന്റെ മഹത്വം ഇല്ലാത്തോണ്ടാണെന്ന് ഞങ്ങൾ ആരും പറയില്ല. പക്ഷേ ധനേട്ടന്റെ മഹത്വം കൊണ്ടാണെന്നേ പറയൂ. മോളെ, നിന്റെ കണ്ടെത്തൽ എന്തായാലും കൊള്ളാം. പക്ഷെ ഒന്ന് നീ ഓർക്കണം, എനിക്ക് ധനനെ പോലെയല്ല മാഷിന് രഘു. മാഷിന്റെ സ്വന്തം സഹോദരിയുടെ മകനവൻ. മാഷ് തന്റെ മക്കളിൽ ഒരാളായി വളർത്തിയവൻ. മാഷിന്റെ 5 പെൺമക്കൾക്കും അവനായിരുന്നു കാവൽക്കാരൻ. മാഷിന്റെ കുടുംബത്തിനൊരു പ്രതിസന്ധി വന്നപ്പോ രഘുവിന് അവന്റെ അച്ഛനും അമ്മയും കൊടുത്ത സ്വത്ത് രഘു കിട്ടിയ കാശിന് വിറ്റിട്ടുണ്ട്. ഇനിയും മാഷിന്റെ മക്കൾക്ക് രഘു തണലായിട്ടുണ്ടാകണം. ആ ആഗ്രഹത്തിലാ അദ്ദേഹം വീടും വിട്ട് രഘുവിനെ സംരക്ഷിക്കാൻ നോക്കുന്നത്. അല്ല, നീ എന്താ ശബരി ഒന്നും മിണ്ടാത്തെ? വീട് വെക്കാൻ നിന്റെയും ദയയുടെ സമ്മതത്തിന് വേണ്ടിയാ മാഷ അച്ഛനുമായി സംസാരിച്ചത്. അച്ഛന്റെ സ്വത്തിനെ മക്കൾക്കെല്ലാം തുല്യ അവകാശം ഉണ്ടെന്നാ നിയമം. ആ വീട് പോയാ പിന്നെ നിനക്ക് കയറി ചെല്ലാൻ വേറെ എവിടെ ഇടമുണ്ടാവില്ലെന്ന് ഓർക്കണം ദയേ. എങ്ങനെയെങ്കിലും അത് തടയുന്നതായിരിക്കും നീ അടക്കമുള്ള ബാക്കി പെൺമക്കൾക്ക് നല്ലത്. നീ സമ്മതല്ലെന്ന് പറഞ്ഞ ഇന്ദ്രനും വിനയനും നിന്റെ കൂടെ നിൽക്കൂ ശബരി. നിങ്ങൾ ഒരുമിച്ച് നിന്നാ മാഷിന് ആ വീട് വിൽക്കാൻ പറ്റില്ല. വിനയന്റെയും ഇന്ദ്രേട്ടന്റെയും കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പഞ്ചരത്നം വീട് വിൽക്കുന്നതിനെതിരാ. വീട് വിറ്റില്ലെങ്കിലും രഘുവിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീരും. പക്ഷെ തറവാട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതെ, അനിതേട്ടത്തിന്റെ അഭിപ്രായം തന്നെയായിരിക്കും. പഞ്ചരത്നം വീട് വിൽക്കരുത്. പകരം രഘുവേട്ടന്റെ ബാധ്യത ഞാൻ അടക്കമുള്ളവർ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണം. അച്ഛാ, എന്റെ കമ്പനി നടത്തിപ്പിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ തരും. അതുപോലെ ഇന്ദ്രേട്ടനെ കൊണ്ടും എന്തെങ്കിലും ചെയ്യിക്കാം. പിന്നെ ബാക്കിയുള്ള പണത്തിന് തറവാട് ബാങ്കിൽ പണയപ്പെടുത്തിയാലും മതിയല്ലോ. വളരെ നല്ല ആശയ ശബരി, അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ ഇന്ദ്രൻ മാഷിന്റെ കുടുംബവുമായി എന്തോ അകലിച്ചയിലാണെന്നാ കേട്ടത്. വിനയനിൽ നിന്നും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ലല്ലോ. എങ്കിലേ അച്ഛൻ ഒരു കാര്യം ചെയ്. അച്ഛന്റെ ഈ വീടും കൂടി പണയം വെച്ച് അവരെ സഹായിച്ചു മാതൃക കാണിക്കേ. സ്വന്തം മകൻ കടക്കാരനായാലും രഘു രക്ഷപ്പെടട്ടെ. ദേ, നിങ്ങളിങ്ങി വന്നേ മനുഷ്യ. ഇവരോട് സംസാരിച്ചാ നമ്മുടെ വായിലെ വെള്ളം വറ്റത്തേ ഉള്ളൂ.
ഈ അച്ഛനും മകനും ഒരു കാലത്ത് നന്നാവില്ല. വാ വന്നേ. ഈ സ്വന്തം വീട് വിൽക്കാനേ മാഷിന് ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു മര്യാദയുടെ പുറത്ത് അദ്ദേഹം ചോദിച്ചേ ഉള്ളൂ. അത് ഈ അലബലാദികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഞാനാ മണ്ടാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിക്കേ. നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആനന്ദം മാഷിന് ഒരു കാര്യത്തിലും നമ്മളെ ഒരു തടസ്സമാകാൻ പാടില്ല. അത്രേ ഉള്ളൂ എനിക്ക്. നീ വാ, എഴുന്നേക്ക്. ശബരി, നീ മോളെ കൂട്ടിക്കൊണ്ടു പോ. എന്തൊരു അഹങ്കാരമായിരുന്നു ഒരു ആനന്ദ മാഷും മക്കളും. ഇപ്പൊ എല്ലാം പെരുവഴിക്കായില്ലേ? എന്താ ഏട്ടാ ഇത്? ഒരാൾക്കൊരു തകർച്ച ഉണ്ടാവുമ്പോ ഇങ്ങനെ പരിഹസിക്കാണോ വേണ്ടത്? ഓ, നീ അവരുടെ വക്കീലാണല്ലോ. ഞാൻ അതങ്ങ് മറന്നു. എടാ, ഇവരെല്ലാരും കൂടി അപമാനിച്ചത് എന്റെ മാത്രം അമ്മയല്ല, നിന്റെയും കൂടി അമ്മയാ. അത് നീ മറക്കരുത്. എനിക്ക് ഉറപ്പാ എന്റെ അമ്മയെ വേദനിപ്പിച്ച എന്റെ ശിക്ഷ തന്നെയത്. ആരെന്ത് അപമാനിച്ചെന്നാ ഇന്ദ്രേട്ടനി പറയുന്നേ? എന്റെ അച്ഛനെയും കൂടപ്പറപ്പുകളെയല്ലേ ഈ വീട്ടിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടത്. കണ്ടോ, ഇത്രയൊക്കെ ആയിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അനുമോൾ എന്ത് അഹങ്കാരോ ഇന്ദിര പറഞ്ഞത്. അനന്തം മാഷിന്റെ മനസ്സിന്റെ നന്മ എന്താണെന്ന് പുറത്തുള്ളവർക്ക് വരെ അറിയാം. പക്ഷേ നീ മാത്രം എന്താ ഇങ്ങനെ? ഭാനുമേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കില്ലേ. എന്റെ വായിന്ന് വല്ലതും കേൾക്കും. വേണ്ട ഭാനുമേ, നമ്മളായിട്ടൊന്നും പറയണ്ട. ഏട്ടന്റെ കണ്ണിലെ ഇപ്പൊ ഇരുട്ട് ബാധിച്ചിരിക്കുക. അതാ ഓരോരുത്തരും നമ്മളോട് ചെയ്ത നന്മകളൊന്നും ഓർക്കാത്തത്. ഞാൻ മറന്നാലും നീ ആവശ്യത്തിൽ കൂടുതൽ ഓർക്കുന്നുണ്ടല്ലോ, അത് മതി. എന്റെ അമ്മ സത്യമുള്ള ആളാ. അതാ അവരുടെ മനസ്സ് വിഷമിപ്പിച്ചവർക്ക് ഈ ശിക്ഷ വന്നത്. മതിയുടെ നിന്റെ കരച്ചില്. ഇനി ആ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണീര് നീ പൊഴിക്കരുത്. ഏട്ടൻ എങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ? ഏട്ടന് സത്യത്തിൽ അമ്മയോടും എന്നോടും സോനിയോടൊക്കെ ശരിക്കും സ്നേഹമുണ്ടോ? അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നയാൾക്ക് മറ്റൊരാളുടെ വേദനയെ അറിയേണ്ടതല്ലേ? ഇവറ്റകളെ കുറിച്ച് ഓർക്കാനോ ഇവറ്റകളുടെ സങ്കടം കാണാനോ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഒരു പഞ്ചരത്നം കുടുംബം, ഇനിയേ പെരുവഴിയിൽ ആ സ്ഥാനം. ഇന്ദ്രേട്ടൻ ഇങ്ങനെ ക്രൂരനാവല്ലേ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടാ അത്. അത് നഷ്ടപ്പെടുമ്പോ എനിക്ക് നല്ല വേദനയുണ്ട്. അയ്യോ, എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അനന്തരവനെ സഹായിക്കാനല്ലേ, അല്ലാതെ മറ്റൊന്നിനും അല്ലല്ലോ. ഒരു ഗതികേട് ആർക്കും എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം ഇന്ദിര. എന്നും എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല. ഭാനുമ്മ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എനിക്ക് നാളെ ഈ അവസ്ഥ വരുമെന്നല്ലേ? വന്നോട്ടെ. അല്ലെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ ഇന്ദ്രൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. പിന്നെ ഇപ്പോഴത്തെ എന്റെ സന്തോഷം ഒന്നിന്റെ പേരിലും കുറയാനും പോകുന്നില്ല. ഇവളുടെ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് ശത്രുക്കളാ. അവര് നശിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും. മോള് വിഷമിക്കാതെ. ഇന്ദ്രന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. വെറുതെ ഓരോന്ന് വിളിച്ചു പറയുന്നതാ. ഇതങ്ങനെ വെറുതെ പറയുന്നതല്ല, അഹങ്കാരം. ഏട്ടന്റെ കണ്ണിൽ ഏട്ടന് മാത്രമേ സങ്കടവും സന്തോഷവും ഉള്ളൂ, വീടും കുടുംബവും ഉള്ളൂ. കഷ്ടം. അല്ലാതെ എന്തു പറയാനാ? ഇതൊന്നും കേട്ട് ഏട്ടത്തി വിഷമിക്കാതെ. അനന്തമാഷിന്റെ നല്ല മനസ്സ് ഈശ്വരൻ കാണും. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, എനിക്ക് ഉറപ്പാ.